ശ്രീ റജിൽ മാക്കുറ്റി, ഈ പ്രശാന്തനെ സംരക്ഷിക്കുന്നത് ആരാണ്? പ്രശാന്തനെ സംരക്ഷിക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ് സംരക്ഷിക്കുന്നത്? ശ്രീമതി മാധു, ഈ കേസ് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ADMന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഉണ്ടായ നാൾ വഴികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടപെട്ട ഒരാളെന്ന നിലയിലും ഞങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും, ഈ കേസിനകത്ത് വളരെ കൃത്യമായി PP ദിവ്യയെ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ തൊട്ട് ഇങ്ങോട്ട് PP ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാട് അത് പാർട്ടിയും പാർട്ടിയുടെ സംവിധാനമുള്ള സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം അതിൻ്റെ പിറകിൽ നിന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോഴും അവരുടെ കുടുംബം, പ്രത്യേകിച്ച് ശ്രീമതി മഞ്ജുഷ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത്. ഇപ്പോൾ ആദ്യ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളിതാ ഈ അന്വേഷണം വളരെ കൃത്യമായി നടത്തുന്നു, PP ദിവ്യയെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തിയിരിക്കുന്നു, അവർ ജയിലിൽ അയച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് അവസാനം PP ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കൃത്യമായ കാര്യങ്ങളും അതിനകത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞത്. അതേ കൈക്കൂലി വാങ്ങിയെന്ന് പറയും, പ്രശാന്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നു. ആ കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതി, ആ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരെ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണല്ലോ? ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നോ? 2 വ്യാജ ഒപ്പിട്ടിട്ടാണല്ലോ പരാതി കൊടുത്തത് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പ്രശാന്തിനെ തുടക്കം മുതൽ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ പ്രശാന്തിനെ സംരക്ഷിക്കാൻ കാരണം PP ദിവ്യയും അതോടെ പ്രശാന്തിനുൾപ്പെടെയുള്ള ഈ പറയുന്ന ആളുകൾ, അതിനപ്പുറത്തേക്കും ബിനാമി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. PP ദിവ്യയുടെ അവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റൊക്കെ ആയതിനു ശേഷം അവരുടെ സാമ്പത്തിക സംവിധാനം ഒപ്പം തന്നെ അവർ ഉണ്ടാക്കിയ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തട്ടിക്കൂട്ട് കമ്പനിയും, ആ കമ്പനിയിൽ നിന്ന് സിൽക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് കരാറുകൾ അടിച്ചെടുത്തതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. പാലക്കാട് തട്ടിൽ അവർ വാങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതി കൃത്യമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് കൊടുത്തിരുന്നു. ആ പരാതി അന്വേഷിക്കാൻ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന PP ദിവ്യ ആ ചടങ്ങിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് ആദ്യം പറയുന്നത്, ഞാൻ ഇതിലെ പോയപ്പോ ഇത് കേട്ടറിഞ്ഞതാണ്, വന്നു എന്നാണ്. പക്ഷെ PP ദിവ്യ ആ ചടങ്ങിലേക്ക് വരുന്നത് ഒരു വീഡിയോഗ്രാഫറിനെയും കൂട്ടിയാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ വരെ അത് ചെല്ലാനുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് അറിയുന്നുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കിയത് എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. ഈ പ്ലാൻ ആണല്ലോ PP ദിവ്യക്കെതിരായ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ, ഈ വീഡിയോഗ്രാഫറെ കൊണ്ടുവരാൻ വേണ്ടി അവർ നടത്തിയ ആശയവിനിമയം ഇനി വഴിയെ പോയതല്ല, കളക്ടറുമായി ആശയവിനിമയം നടത്തിയിട്ടാണെന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി പ്രശാന്തനുമായി സംസാരിച്ചത് എത്ര തവണയാണ്? പ്രശാന്തിന്റെ ഈ കാര്യത്തിൽ എന്താ, പ്രശാന്തിന്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് PP ദിവ്യയുടെ താല്പര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന നേരത്തെ ശ്രീ അനിൽ P നായർ പറഞ്ഞ ബുദ്ധിപൂർവ്വവും കൗശലവുമുള്ള അന്വേഷണം നടത്തുന്ന കേരള പോലീസിന് അന്വേഷിക്കാം. പക്ഷെ അതൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഇവരുടെ ടെലിഫോൺ റെക്കോർഡുകൾ അടക്കം അല്ലെങ്കിൽ ടെലിഫോൺ രേഖകളടക്കം പരിശോധിക്കണം. പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ ടെലിഫോൺ രേഖകൾ പോലും പരിശോധിക്കാത്ത പ്രിവിലേജ് എങ്ങനെയാണ് ഒരു അന്വേഷണ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയുന്നത്? ശ്രീമതി മാധു, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, അതാണ് പ്രശ്നം. ആ അദ്ദേഹം മരണപ്പെടുന്നത് 2024 ഒക്ടോബർ 15-ാണ്. അപ്പോൾ ഇവരുടെ കോൾ ഡീറ്റെയിൽസ്, അതുമായി CDR കൃത്യമായി പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല 14, 15 തീയതികളിലെ മാത്രം ഇവരുടെ ഫോൺ ചാറ്റുകൾ മാത്രമാണ് കണ്ടെത്തിയത്. മറ്റ് ശാസ്ത്രീയപരമായി അവരുടെ ഫോൺ ചാറ്റുകൾ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവരുടെ PP ദിവ്യക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകന്മാർ അവിടെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കലക്ടറും അതോടൊപ്പം തന്നെ PP ദിവ്യയുമായി ബന്ധപ്പെട്ട അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത്, പാർട്ടി എന്ന് പറയുന്നത് ആരോടൊപ്പമാണെന്ന് പറയുന്നത്, ഞങ്ങൾ ADMന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നു. ആ കുടുംബത്തോടൊപ്പമാണെന്ന് അന്ന് പറഞ്ഞ ആ സർക്കാരിന്റെ അഭിഭാഷകൻ അത് പരിശോധിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൊഴി കൊടുത്തത്. അപ്പോൾ കലക്ടറും അതോടൊപ്പം PP ദിവ്യയും പ്രശാന്തനും നടന്നിട്ടുള്ള അവരുടെ കലക്ടറുടെ ഔദ്യോഗിക ഫോണും അദ്ദേഹത്തിന് വ്യക്തിഗതമായി നിൽക്കുന്ന ഫോണിൽ ഇവർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല, അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കലക്ടർക്ക്, ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കലക്ടർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അന്നും ആരോപിച്ചിട്ടുണ്ട്. കലക്ടർ വെറുതെ ഒരാൾ വഴിയെ പോകുമ്പോൾ ഒരിക്കൽ വിളിച്ച് ഇരുത്തി ആ യോഗത്തിലേക്ക് വിളിച്ച് വരുത്തിയല്ല, മുൻകൂട്ടി നിശ്ചയിച്ച് ആ കാര്യങ്ങൾ മുഴുവൻ അവർ ഈ ADMനെതിരായി, തൻ്റെ സഹപ്രവർത്തകനെതിരായി ഈ PP ദിവ്യ എന്ന് പറയുന്ന ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ വെറുത്ത വാക്കുകൊണ്ട്, വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് ആ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പരിപാടി വെച്ച് അപമാനിക്കുമ്പോൾ ഇളിച്ചിരിക്കുന്ന കലക്ടറെയാണ് നമ്മൾ കണ്ടത്. കലക്ടർ അരുതെന്ന് പറഞ്ഞിട്ടില്ല, കലക്ടർ തടഞ്ഞിട്ടില്ല.
അത്രയേറെ ആ രൂപത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താ? അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞ് കലക്ടർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ PP ദിവ്യ ഇവർ ഒരു മുച്ചൂട്ട് കമ്പനിയായിരുന്നു ഇത്. കലക്ടർക്ക് ഇതിനകത്ത് വളരെ കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ടല്ലേ കലക്ടർക്കെതിരായി മന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടൽ നടത്തിയിട്ടും എന്തുകൊണ്ട് കലക്ടർ ആ സ്ഥാനത്തിരിക്കുന്നു? ഇപ്പോഴും കണ്ണൂർ ജില്ലാ കലക്ടറായി അരുൺ കെ വിജയനാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കലക്ടർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില കൺസോർഷ്യത്തിന്റെ ഭാഗമായി അവർക്ക് സംഭാവന കൊടുത്തു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ കലക്ടറെ അവർ നീക്കിയിട്ടില്ല. അതുകൊണ്ട് കലക്ടർ സംരക്ഷിക്കണം, PP ദിവ്യയെ എല്ലാതരം സംരക്ഷിക്കണം. അവസാനം ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന നടക്കുന്നു, ഇദ്ദേഹത്തെ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ PP ദിവ്യ എന്ന് പറയുന്ന ഈ പ്രതിയെ രക്ഷിക്കാൻ പഴുതുകൾ ഇല്ലാതെ ഈ അന്വേഷണ സംഘം ഞങ്ങൾ ഇരയോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടിയും സർക്കാരും ഇരയോടൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഹൈക്കോടതിയിലേക്ക് പോയിട്ട് പോലും നീതി കിട്ടാൻ ശേഷം വീണ്ടും അട്ടിമറിക്കുന്നു എന്ന സാഹചര്യത്തിൽ എത്തിയത് PP ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് ഈ സർക്കാരും ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ ഉന്നത കേന്ദ്രവും നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്.